ആദ്യത്തെ ചോദ്യം തന്നെ ടീച്ചർ കല്യാണം കഴിച്ചതാണോന്നായിരുന്നു. അപ്പോൾ അതോടുകൂടി എൻ്റെ സകല ധൈര്യവും പോയി. എനിക്ക് യൂഷ്വലി നമ്മൾ വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ കണ്ടുവരുന്നത് ദ ബെസ്റ്റ് വൺ വിൽ ബി ടേക്കൺ ഫോർ ഈച്ച് പ്രോഗ്രാം അല്ലെ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല നമുക്ക്. എല്ലാ കുട്ടികളിലും ബെസ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. ആദ്യം വേണ്ടത് സോഷ്യൽ സ്കില്ലാണ്. അവൻ ആരെയും പരിചയമില്ല. അപ്പോൾ നമ്മളെന്ത് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള കുറേ ഗെയിംസ് കൊടുക്കും. പണ്ടൊക്കെ നമ്മൾ നാരങ്ങപ്പാല് ചുണ്ടയ്ക്ക് രണ്ടൊക്കെ കളിച്ചില്ലേ, അതിൻ്റെയൊക്കെ പുതിയ പുതിയ വേർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണേ. അവർക്കത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പഴമയെ നമ്മൾ നിലനിർത്തും. കാരണം ഞങ്ങൾക്ക് അതിന് വിട്ടുകളയാൻ ഇഷ്ടമില്ല. എത്ര വലിയ ആൾക്കാരാണെങ്കിലും എത്ര ചെറിയ ആൾക്കാരാണെങ്കിലും അവരുടെ മക്കൾ നമുക്ക് ഈക്വലാണ്. യെസ്. നമസ്കാരം, സ്മാർട്ട് ജെൻ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജുവൽ ബേബി. വിദ്യാധാനം സർവ്വധാനാൽ പ്രധാനമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളെ ആണെങ്കിൽ പോലും നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് പ്രീ സ്കൂൾ മുതൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കുട്ടിക്കൂട്ടങ്ങളുടെ വിജയശില്പികളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. എന്നോടൊപ്പം ഉള്ളത് ആംബിൻ ബീസ് പ്രീ സ്കൂൾ ഡയറക്ടർ ശ്രീമതി ബിന്ദു സതീഷാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പൊ കുട്ടിക്കൂട്ടങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് എത്തിയിരിക്കുന്നത്. നമസ്കാരം മാം. നമസ്തേ. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിദ്യാധാനം സർവ്വധനാൽ പ്രധാനമാണ്. അതിന്റെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുന്നത് പ്രീ സ്കൂളിൽ നിന്നാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രീ സ്കൂൾ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വരുന്നത്? അതും എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? ആദ്യം തന്നെ ഒരു തെറ്റ് പറഞ്ഞോട്ടെ. നമ്മുടെ വിദ്യ ആദ്യം തുടങ്ങുന്നത് സ്വന്തം വീടുകളിൽ നിന്നാണ്. അമ്മയാണ് ആദ്യത്തെ ഗുരു. ഓക്കെ, അമ്മ എന്ന വാക്കിൽ നിന്നാണ് ബാക്കിയെല്ലാം തുടങ്ങുന്നത്. അപ്പൊ അമ്മയിൽ നിന്ന് അടുത്ത പടിയാണ് പ്രീ സ്കൂളിലേക്ക്. സെക്കൻഡ് വിദ്യാഭ്യാസമാണ് ശരിക്കും പറഞ്ഞത്. എക്സാക്ട്ലി, സെക്കൻഡ് വിദ്യാഭ്യാസമാണ്. അപ്പൊ അവിടെ വരുമ്പോൾ കുട്ടികൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ അതുപോലെയല്ല ഒരു സ്കൂളിലെന്നുള്ളതാണ് എനിക്ക് അതിൽ ഒരു തിരുത്തും കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അമ്മമാർക്ക് സത്യം പറഞ്ഞാൽ കുട്ടികളുടെ അടുത്ത് ഇരിക്കാനായിട്ട് ഒട്ടും സമയം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സ്കൂൾ കുഞ്ഞായിരിക്കുമ്പോ പോലും നമ്മൾ കൊണ്ടുവിടുവാണ് അല്ലെ പ്രീ സ്കൂളിലേക്ക്. ഏത് ക്ലാസ് മുതൽ? വയസ്സ് മുതലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് ഇരിക്കാനേ സമയം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോ ഫസ്റ്റ് അത് തന്നെയാ വരുന്നത്. അമ്മ എന്നുള്ള വാക്ക് പഠിച്ചതിന് ശേഷമാണ് സ്കൂളിലേക്ക് വരുന്നതെന്നാണ്. അല്ല, എന്തൊക്കെ പറഞ്ഞാലും വീടുകളിൽ നിന്നാണ് ഫസ്റ്റ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്, എല്ലാ കാര്യങ്ങളിൽ നിന്നും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇത് 1.5 വയസ്സിലേക്ക് പിന്നെ സ്കൂളിലേക്ക് വന്നു. അവിടെ ഒരുപാട് പുതിയ കുട്ടികളെ പരിചയപ്പെട്ടു. അപ്പൊ സോഷ്യൽ സ്കിൽസ് ഡെവലപ്മെന്റ് വന്നു. അത് കഴിഞ്ഞു പിന്നെ കുട്ടികളുടെ ബുദ്ധി വികാസത്തിനുള്ള ഒരുപാട് ഗെയിംസ് ആയിരിക്കും നമ്മൾ ആ പ്രായത്തിലെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവിടെ. അപ്പൊ അതിൽ നിന്ന് തന്നെ കുട്ടികൾ ഒരുപാട് മൂല്യങ്ങൾ ആർജിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ വിദ്യ മാത്രമല്ല കൊടുക്കുന്നത്, സോഷ്യൽ വാല്യൂസ് എന്ന് പറഞ്ഞ് മോറൽ വാല്യൂസ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. വീടുകളിൽ പണ്ടൊക്കെ അപ്പൂപ്പന്മാര് അമ്മമ്മമാര് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. അതെ അതെ, ധാരാളം കിട്ടും. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ എല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണ്. അച്ഛനമ്മ കുഞ്ഞിലേക്ക് മാത്രം കുടുംബം ഒതുങ്ങി പോകുന്നു. ചില സമയത്ത് കുട്ടി മാത്രമായി പോകുന്നു, അച്ഛനും അമ്മയും തിരക്കുകളിലേക്ക് പോകുന്നു. പിന്നെ കുട്ടിയെ വളർത്തുന്നത് ഒരു പക്ഷേ അവിടുത്തെ മെയ്ഡ് ആയിരിക്കാം. അപ്പൊ കുട്ടിക്ക് അച്ഛനും അമ്മയും നല്ല എഡ്യൂക്കേറ്റഡ് ആൻഡ് കൾച്ചേർഡ് ആണെങ്കിൽ പോലും കുട്ടി ആർജിക്കുന്ന ആ ഒരു സ്വഭാവ സവിശേഷത കുട്ടിയെ നോക്കുന്ന മെയ്ഡിന്റെയാണ്. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ കുട്ടികളുടെ ഒരു സ്വഭാവ രൂപവൽക്കരണത്തിന് ഭയങ്കര അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ പേര് ആംബിൻ ബീസ് ഇത് എവിടെ നിന്നാണ് ഉടലെടുക്കുന്നത്? അത് ഞങ്ങള് 3 സുഹൃത്തുക്കളുടെ ഒരു സംരംഭമാണ് ആംബിൻ ബീസ്. 3 പേരും വിശ്വജ്യോതി. ഞങ്ങളുടെ ആംബിൻ ബീസ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് വിശ്വജ്യോതി CMI പബ്ലിക് സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഒരുപാട് വർഷം അവിടുത്തെ ഒരു മോർ ദാൻ 10 years എന്ന് കൂട്ടിക്കോളൂ. അപ്പൊ അവിടുത്തെ ആ ഒരു സൗഹൃദത്തിനെ ഞങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് ഈ ആംബിൻ ബീസ് വന്നു. അമ്പിളി, ബിന്ദു, ബീന, അങ്ങനെയാണ് ആംബിൻ ബീസ്. അമ്പിളിയുടെ ആം, ബിന്ദുവിന്റെ ബിൻ, ബീനയുടെ ബി, അങ്ങനെ അമ്പിളിയുടെയും ബിന്ദുവിന്റെയും ബീനയുടെയും ചേർന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള നെയിം. അത് യുണീക്ക് ആവണം നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഈ പ്രീ സ്കൂൾ എന്ന് പറയുന്ന ആശയം എങ്ങനെ? ഇപ്പൊ ടീച്ചേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഏത് ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് അതിന് മുമ്പ്?
ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി പറവൂരാണ് ആക്ച്വലി. ഞാനൊരു കൊമേഴ്സ് PG കഴിഞ്ഞ് ഞങ്ങൾക്ക് BEd വേണ്ടായിരുന്നു അന്നൊക്കെ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഗസ്റ്റ് ലെക്ചറായിട്ട് നമുക്ക് പോവാം. അപ്പോൾ പറവൂർ ഹയർ സെക്കൻഡറിയിൽ ഒരു 3 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മോണ്ടിസറി ഡിപ്ലോമ എടുത്തു. കാരണം എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സംഹൗ വലിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു വ്യത്യാസം ഉണ്ടല്ലോ എപ്പോഴും. ആദ്യത്തെ ചോദ്യം തന്നെ ടീച്ചർ കല്യാണം കഴിച്ചതാണോ എന്നായിരുന്നു. അപ്പൊ അതോടുകൂടി എന്റെ സകല ധൈര്യവും പോയി. അന്ന് ചെറിയ കുട്ടിയാ, 22 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഈ നമ്മളെക്കാളും വലിയ കുട്ടികൾ, അപ്പൊ ഗവൺമെന്റ് സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ വലിയ മീശയുള്ള കുട്ടികളൊക്കെ നമ്മളെക്കാളും പ്രായമുള്ള കുട്ടികളൊക്കെ ഉണ്ട് അവിടെ പഠിക്കാൻ. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത് ആദ്യം ചോദിക്കും. അപ്പൊ ഒരു ടെൻഷനായി പോയി. പിന്നെ എനിക്ക് അവിടെ 3 കൊല്ലം പഠിപ്പിച്ചിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എൻ്റെ ഫീൽഡ് അതല്ല. കാരണം എനിക്ക് കുറേയും കൂടെ ഐ ഡിസേർവ് സംതിങ് മോർ ദാൻ ദിസ് എന്നുള്ള ഒരു മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കൊച്ചു കുട്ടികളെ എനിക്ക് ജീവനാണ്, പണ്ട് മുതലേ അങ്ങനെയാണ്. വീട്ടിലെ എൻ്റെ അച്ഛനാണ് ഏറ്റവും മൂത്ത ആള്. അപ്പൊ താഴെ അവർ 8 മക്കളാണ്. ഈ 8 മക്കളുടെ മക്കളും ലൈക്ക് അവരൊക്കെ ഞങ്ങൾ വലിയ ചേച്ചിയായിട്ട് ഞാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളെയും കൊണ്ട് നടക്കുന്നത് ഞാൻ തന്നെയായിരുന്നു. കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് ചെറുതലേ മുതൽ. അപ്പോൾ ഇങ്ങനെ എൻ്റെ മദർ-ഇൻ-ലോ ആണ്, എന്നാൽ വൈ കാണ്ട് യു ഗോ ഫോർ ദിസ് മോണ്ടിസോറി എടുക്കുക, എന്നിട്ട് ചെയ്യാം, വേറെ എന്തെങ്കിലും നമുക്കൊരു പ്രീ സ്കൂളെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഇടാം, ജോലിക്ക് പോകണമെന്നൊന്നുമില്ല, ഇഷ്ടമാണെങ്കിൽ അത് പഠിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മദർ-ഇൻ-ലോൻ്റെ ഇൻസ്പിറേഷനിലാണ് ഞാൻ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡിപ്ലോമ ചെയ്തത്. അതിനുശേഷം നേരെ വിശ്വജ്യോതിയിലാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. വിശ്വജ്യോതി പങ്കമാലിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂളാണ്. അവിടെ ഒരുപാട് വർഷം ഉണ്ടായിരുന്നു. 98 മുതൽ 2015 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വർഷം ഫാദർ ജോയ് കിളിക്കുന്നിൽ അച്ഛൻ്റെ ഒരു മെൻറ്ററിങ് ഇതിലാണ് ഞങ്ങളൊക്കെ എന്താ പറയുക, ഒരു നമ്മളെയൊക്കെ ഒന്ന് റീഫോം ചെയ്തെടുക്കുകയാണ്. അവിടെ നല്ലൊരു വർക്ക് കൾച്ചറാണ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. വിശ്വജ്യോതിയിൽ ഭയങ്കര അമേസിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിങ്ങനെ മെൻറ്റർ ചെയ്ത് ദ ബെസ്റ്റ് ആക്കി കൊണ്ടുവരാനായിട്ട് അവിടെയും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നാണ് ഈ ഒരു പ്രീ സ്കൂള് എന്ന് പറയുന്ന ആശയം മനസ്സിലേക്ക് വന്നത്? ആശയം ആക്ച്വലി 2007 മുതലുണ്ട്. പക്ഷെ 2007 മുതൽ ഞങ്ങളിങ്ങനെ വർക്കൗട്ട് ചെയ്ത് നമുക്ക് നല്ല എന്തൊക്കെ ചെയ്യണം. ഇപ്പം നമ്മൾക്കൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിലൊരുപാട് എന്താ പറയുക പ്രീ വർക്ക് ചെയ്യണം. എല്ലാത്തിനെ പറ്റിയും എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. ആദ്യം തന്നെ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, ഏറെ സ്ഥലം, ലൊക്കേഷൻ, പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കണം, നമ്മുടെ സ്കൂൾ എങ്ങനെ മുമ്പോട്ട് പോകണം, ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പോൾ 2 വർഷം ഞങ്ങൾ ശരിക്കും പ്ലാനിങ്ങിന് തന്നെ എടുത്തു. അങ്ങനെ 2010 നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്കമാലി ബസിലിക്കയുടെ ഓപ്പോസിറ്റ് മാക്സ്മെഡിക്സ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലാണ് ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് കുറെ കളിസ്ഥലങ്ങള്, കുട്ടികളുടെ ടോയ്സ് അല്ലെ, അങ്ങനെയൊക്കെ. നേരത്തെ കുറച്ച് കാലം മുമ്പ് വരെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ നല്ല രസമുള്ള ഒരു ഏരിയ അല്ലെ. അപ്പോൾ എങ്ങനെയാണ് ഈ കളിയുടെ പ്രാധാന്യം ശരിക്കും പറഞ്ഞ ആ ഒരു പ്രായത്തിൽ ശരിക്കും വേണ്ടേ? തീർച്ചയായിട്ടും ചോദിക്കേണ്ട ചോദ്യമേ ഇല്ല അത്. കാരണം കളി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. കാരണം ഈ പ്രീ സ്കൂൾ എന്ന് പറയുന്ന കുട്ടികളുടെ പ്രായം കൂടെ കണക്കിലെടുക്കുമ്പോൾ 2.5 വയസ്സ്, ഇപ്പോൾ 1.5 വയസ്സ് മുതൽ കുട്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1.5 വയസ്സിൻ്റെ കുട്ടികളുടെ കളികളുടെ ഒരു രീതി വേറെ, 2.5 വയസ്സാവുമ്പോൾ കുട്ടികളുടെ കളികളുടെ രീതി വേറെ, 3.5 ഓരോ ഏജ് നോക്കുമ്പോഴും അതനുസരിച്ചിട്ടുള്ള ഗെയിംസിലാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവുന്നത്. ഇപ്പം ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പലതരം ഗെയിംസ് ആയിരിക്കും. ഒരുപാട് എന്താ പറയുക ഓർഗനൈസ് ഗെയിംസ് ഉണ്ട്, അതുപോലെ കൺസ്ട്രക്റ്റീവ് ഗെയിംസ് ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ഗെയിംസ് ഉണ്ട്, കോഗ്നിറ്റീവ് സ്കിൽ ഡെവലപ്മെന്റിനുള്ള ഗെയിംസ് ഉണ്ട്, ബിൽഡിംഗ് ഗെയിംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസ്ട്രക്റ്റീവിൽ വരും. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളെയും ഓരോ ഗ്രൂപ്പിനെ സെഗ്രിഗേറ്റ് ചെയ്യും. അതായത് 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന് ആ പ്രായത്തിൽ എന്തൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ അവന് ആദ്യം വേണ്ടത് സോഷ്യൽ സ്കില്ലാണ്. അവന് ആരെയും പരിചയമില്ല. അപ്പൊ നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കുറേ ഗെയിംസ് കൊടുക്കും. പണ്ടൊക്കെ നമ്മൾ നാരങ്ങപ്പാല്, ചൂണ്ടയ്ക്ക് 2 കളിച്ചില്ലേ, അതിൻ്റെയൊക്കെ പുതിയ വേർഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്യണേ. അവർക്കത് ഭയങ്കര ഇഷ്ടം. അപ്പൊ പഴമയെ നമ്മൾ നിലനിർത്തും. കാരണം ഞങ്ങൾക്ക് അതിനെ വിട്ടുകളയാൻ ഇഷ്ടമില്ല. ഈ 3 പേരും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്, ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് പഴമയെന്ന കംപ്ലീറ്റ് കളയാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കണില്ല. കാരണം അതിൽ ഒരുപാട് നന്മയുണ്ട് പഴയ ഗെയിംസിലൊക്കെ. പുതിയ ഗെയിംസിലെ കുട്ടികളെ കുറെ അഡിക്റ്റ് ആക്കുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ അത് എന്ന് പറയുന്നത് അത്രയും നല്ലതല്ല. പഴമയെ വെച്ച് നോക്കുമ്പോൾ പുതുമ നല്ലതാണ്, ബട്ട്
അത്രയും അങ്ങോട്ട് നല്ലതല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പഴമയെ നിലനിർത്തിക്കൊണ്ട് അതിനെയൊക്കെ പുതിയ രീതിയിൽ ആ ഗെയിംസ് തന്നെ, പക്ഷെ സ്ലോഗൻസ് ഒക്കെ നമ്മൾ മാറ്റും. അത് കുറെ ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം നൽകും. അപ്പൊ കുട്ടികൾക്ക് ലാംഗ്വേജ് സ്കിൽ ഡെവലപ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ, കോഗ്നിറ്റീവ് സ്കിൽ, സോഷ്യൽ സ്കിൽസ്. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയും, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പരാജയ ഭീതി. എനിക്ക് തോൽക്കണ്ട, തോറ്റ അപ്പ കരച്ചില്ല. എനിക്ക് തോന്നുന്നു അത് ഇപ്പൊ വരുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഇവരുടെ കയ്യിൽ മൊബൈലിൽ ഗെയിംസ്, ഈ ഗെയിംസിലെല്ലാം വിജയിച്ചാലാണ് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഡിസ്ട്രക്റ്റീവ് ഗെയിംസ്, ഡിസ്ട്രക്റ്റീവ് ഗെയിംസ് ആണ് കൂടുതലും മൊബൈലിൽ വരുന്നത്. കാരണം വാർ ഗെയിംസ്, ഷൂട്ട് അറ്റ് സൈറ്റ്, ഇതൊക്കെയാണ് അവർ കളിക്കുന്നത്. അപ്പൊ എനിക്ക് ജയിക്കണം, ഞാൻ ഫസ്റ്റ് ആവണം എന്ന് മാത്രമേ പരാജയപ്പെടാൻ പറ്റില്ല. അതിനെ മനസ്സിലാക്കാൻ, അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കുട്ടികൾക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പഴമയെ വിട്ട് കളയാണ്ട്. അങ്ങനെ ഒരു ഇത് വരുമ്പോ എന്തൊക്കെയാ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നത്? ഈ കളികളോ അല്ല, ഈ പറയുന്ന പരാജയത്തെയും കൂടി അവർക്ക് ഒന്ന് കണക്കിലെടുക്കാൻ പറ്റുന്ന രീതി. പരാജയത്തെ ഓട്ടം, ഒരു എക്സാമ്പിൾ ഞാൻ പറയണം. ഓട്ട മത്സരം നടത്താം, എന്തായാലും ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 10 പ്രാവശ്യം തോറ്റു കഴിയുമ്പോൾ അവൻ അതിനെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, തോൽവി ഇപ്പൊ എല്ലാ പ്രാവശ്യം ജയിക്കുന്നത് ഒരാളല്ല, അത് കുട്ടികള് അവര് മനസ്സിലാക്കും. കാരണം ഓക്കെ, ഇപ്രാവശ്യം ഒരാൾ ജയിച്ചു, അടുത്ത പ്രാവശ്യം ജയിക്കുന്നത് അയാളായിരിക്കണല്ലോ, വേറൊരാളായിരിക്കും ഓടി ജയിക്കുന്നത്. അപ്പൊ കുട്ടികൾ തമ്മിൽ മനസ്സിലാക്കും, ഓക്കെ ഇപ്രാവശ്യം അവൻ ജയിച്ചു, ഇപ്രാവശ്യം ഈ കുട്ടി ജയിച്ചു, അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ജയിക്കും. ഒരു പ്രതീക്ഷയാണല്ലോ. കുട്ടികളും അങ്ങനെ തന്നെയാണ്, നമ്മളുടെ മാതിരി തന്നെയാണ് കുട്ടികളും. അപ്പൊ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് അവരും ചെയ്യുന്നത്. അപ്പൊ ഈ ഓട്ട മത്സരത്തിൽ ഇങ്ങനെ ആദ്യം സങ്കടപ്പെടും, ഇപ്പൊ നമ്മളൊരു വേണ്ട സാരല്ലേ മോനെ, നമുക്ക് അടുത്ത ജയിക്കാം, അടുത്തില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു എൻകറേജിങ് വേർഡ്സ്, അല്ലെങ്കിൽ അവനും ഒരു അപ്രിസിയേഷൻ, ഒരു ചോക്ലേറ്റ്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോലും, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം, നമ്മൾ കുറെ കാർഡ്സ് കൊടുക്കും നമ്മള് കുട്ടികൾക്ക്. യു ഹാവ് ഡൺ ബെസ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് എഴുതി ഒരു സ്റ്റിക്കർ, ഡയറിയിൽ ഒരു സ്റ്റിക്കർ കൊടുക്കും. അപ്പൊ ഇതൊക്കെ ഭയങ്കര അപ്രിഷിയേറ്റിംഗ് ആണ് വേർഡ്സ്. ഓക്കെ, ഇപ്പൊ സ്കൂൾ വിത്ത് ഡിഫറൻസ്, എന്താണ് നിങ്ങളുടെ സ്കൂളിന്റെ പ്രത്യേകത പറയാനുള്ളത്? സ്കൂളിന്റെ പ്രത്യേകത പറയാനായിട്ട്, നമ്മൾ ആംബിൻബീസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് എല്ലാ മേഖലയിലുള്ള കുട്ടികളും നമ്മളെടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, നമുക്ക് LF-ന്ന് ഒരുപാട് ഡോക്ടേഴ്സ്, നമുക്ക് ഓട്ടിസം ഉള്ള കുട്ടികൾ, അതുപോലെ ADHD സിൻഡ്രോം, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെ കുറേ കുട്ടികളെ സെഗ്രിഗേറ്റ് ചെയ്ത്, അപ്പം നമുക്ക് വിശ്വജ്യോതി എന്നുള്ള ഒരു ബോണ്ടിങ് ആണ് കേട്ടോ LF-ന്റെ പാരൻസ്. കാരണം അവരുടെ മക്കളെയൊക്കെ നമ്മളാ പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസമാണ്. നമ്മൾ ആംബിൻബീസ് തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് കുട്ടികൾ വരും. അപ്പൊ നമ്മൾക്ക് എല്ലാ വർഷവും ഒരു 3 കുട്ടികളെങ്കിലും ഈ കാറ്റഗറിയിലുള്ള കുട്ടികളെ നമ്മൾ എടുക്കും. അത് എടുക്കുന്ന മാത്രമല്ല, നമ്മൾ എല്ലാ കുട്ടികൾക്കും സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ എപ്പോഴെങ്കിലും അല്ല, ഓണത്തിനായാലും ഇപ്പം ഇന്നൊരു സെലിബ്രേഷൻ കഴിഞ്ഞു വന്നിരിക്കുക ഞാനിവിടെ. അപ്പം ഇന്നും ഞങ്ങളുടെ എല്ലാ കുട്ടികളും പെർഫോം ചെയ്തു. അതൊരു മസ്റ്റാണ് നമുക്ക്. എനിക്ക് യൂഷ്വലി നമ്മൾ വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ കണ്ടുവരുന്നത് ദ ബെസ്റ്റ് വൺ വിൽ ബി ടേക്കൺ ഫോർ ഈച്ച് പ്രോഗ്രാം, അല്ലെ? അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല നമുക്ക്. എല്ലാ കുട്ടികളിലും ബെസ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളിൽ ഏതായിരിക്കും, ചിലപ്പോൾ അവൻ ഡാൻസ് ചെയ്യാനായിരിക്കില്ല, ചിലപ്പോൾ അവൻ ഏതെങ്കിലും നാടകം അങ്ങനെ എന്തെങ്കിലും ഏരിയയിലായിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ അവൻ കളികളിലായിരിക്കും എക്സലൻ്റ് ആയിട്ടുള്ള. അപ്പം അങ്ങനത്തെ ഏരിയയിലുള്ള ഒരു സ്കിൽ പ്രോഗ്രാം അവന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യും. നമ്മളുടെ പ്രോഗ്രാമിലേക്ക് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യല്ല, കുട്ടികളുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ സെറ്റ് ആവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മളുടെ പ്രത്യേകത. അപ്പൊ അതുപോലെ തന്നെ ആനിവേഴ്സറി സമയത്തൊക്കെ ഓരോരുത്തരുടെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കോൺസെപ്റ്റ്. എങ്ങനെയാണ്? അതും ഈ പറഞ്ഞ പോലെയാണ്. കാരണം ഈ ചൈൽഡ് ഈസ് യുണീക്ക്. ആ ഒരു പോളിസിയിലാണ് നമ്മൾ. ഓരോ കുട്ടിയും നമ്മളുടെ അച്ഛനമ്മമാരുടെ ഒരു ജീവനാണ് നമ്മളുടെ കയ്യിൽ കൊണ്ട് തരുന്നത്, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഓരോ കുട്ടിയിലും ഒരു സവിശേഷത ഉണ്ടാവും, എന്തെങ്കിലും ഒരു സവിശേഷത. അതിനെ നമ്മൾ ഒരു വർഷത്തെ ഇൻറ്ററാക്ഷൻ വഴി നമ്മൾ പരിചയപ്പെടുകയാണ് കുട്ടി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒക്കെ ഒരു കാറ്റഗറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറി അല്ലാതെ ഒരു കാറ്റഗറി ചിലപ്പോൾ അവന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. കാരണം അവനിൽ നിന്ന് ആ കാറ്റഗറിയിലായിരിക്കില്ല അവൻ പെടുന്നത്. അപ്പോൾ അവന് വേണ്ടി ഏത് കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ ആ രീതി വരെ പോകും. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഈ സവിശേഷത കണ്ടുപിടിച്ച് ആ സവിശേഷതയ്ക്കാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. എല്ലാ കുട്ടിയും, ഔട്ട് ഗോയിങ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും നമുക്ക് ആംബിൻബീസിൽ നിന്ന് ഒരു ട്രോഫി, അവൻ്റെ ആ സവിശേഷത പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ്. ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മളത് ഫോളോ ചെയ്ത് പോകുന്നതാണ്. ശരിക്കും ഓരോ കുട്ടിയിലും ഒരു സ്റ്റഡി നടക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ഓരോ കുട്ടിക്കും ഒരു ബുക്കുണ്ട്, ഒരു പേജ്, എല്ലാ ദിവസവും നമുക്കൊരു ബുക്കാണ് ബിഹേവിയർ ചാർട്ട് പറഞ്ഞിട്ട് ഓരോ കുട്ടിയുടെ പേരെഴുതി ആ കുട്ടി അന്ന്
എന്താണോ സവിശേഷത, അന്ന് എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യായിരിക്കും ചെയ്തത്, അത് നമ്മൾ നോട്ട് ചെയ്യും. അതുപോലെ എന്തെങ്കിലും കുസൃതി കാണിച്ചു, അതും നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ ഒന്നും വിട്ട് കളയുന്നില്ല, എല്ലാം നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെ എൻഡ് ഓഫ് ദ ഇയർ വരുമ്പോൾ നമുക്ക് ഈ കുട്ടിയെ പറ്റി കംപ്ലീറ്റ് ഒരു ലിസ്റ്റ്, ഒരു കറലി നമ്മൾ പഠിക്കാന്ന് പറയില്ലേ, അങ്ങനെ പഠിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കുട്ടിയുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്കിലേക്ക് എത്താൻ പറ്റും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പറയുവാണെങ്കിൽ സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവടമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പ്രീ സ്കൂളുകളൊക്കെ ആണെങ്കിൽ നിരവധി ഇന്റർനാഷണൽ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഈ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഇടയിൽ എങ്ങനെയാണ് ഈ ഒരു സ്കൂളിന് മാതാപിതാക്കളുടെ ഹൃദയം കവരാനായിട്ട് പറ്റിയത്? അത് സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ ലോയലായിരിക്കുക, പിന്നെ ഡെഡിക്കേഷൻ, നമ്മളുടെ ഒരു സർവീസിനോടുള്ളൊരു ഡെഡിക്കേഷൻ, അൺബയസ്ഡ് ആയിട്ടുള്ളൊരു സർവീസ്. എത്ര വലിയ ആൾക്കാരാണെങ്കിലും എത്ര ചെറിയ ആൾക്കാരാണെങ്കിലും അവരുടെ മക്കൾ നമുക്ക് ഈക്വലാണ്. അവിടെ നമ്മൾ യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക ഇത് കാണിക്കുന്നില്ല, ഡ്രിഫ്റ്റ് കാണിക്കുന്നില്ല. കുട്ടികൾ നമ്മൾ നമ്മളുടെ മക്കളെ പോലെ തന്നെ നമ്മൾ അവരെയും ട്രീറ്റ് ചെയ്യുന്നത്. അതൊരു വലിയ വിശ്വാസം ജനിപ്പിക്കുന്ന ഒന്നാണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അങ്കമാലിയിൽ പഠിപ്പിച്ച്, അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ദ കുട്ടികളും മെജോറിറ്റി കുട്ടികൾ നമ്മളുടെ കൈ കൂടെ പോയിക്കണം. അപ്പൊ അവരുടെ മക്കളെ തന്നെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാവാന്ന് പറഞ്ഞാൽ അതിൽ പരം സന്തോഷം നമുക്കില്ലല്ലോ. ഇപ്പം കുറച്ച് കാലഘട്ടം മുമ്പ് വരെ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഡോക്ടറിന്റെ മക്കളെ ട്രീറ്റ് ചെയ്യുന്ന വേറെ രീതിയിൽ, അധ്യാപകന്റെ മക്കളെ ട്രീറ്റ് ചെയ്യുന്നത് വേറെ, ഒരു ഓട്ടോ ഡ്രൈവറുടെ മകനെ അല്ലെങ്കിൽ മകളെ ട്രീറ്റ് ചെയ്യുന്ന വേറെ സ്റ്റൈൽ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവരും ഒരേപോലെ കാണാൻ കഴിയുക എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. ഒരു പല വീടുകളിൽ നിന്ന് പല അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്നവരാണല്ലോ, അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ഈശ്വരന്റെ വരദാനാണ്. അവിടെ ഡോക്ടറുടെ മകൻ, അധ്യാപകന്റെ മകൻ, അതുപോലെ ഒരു വലിയ ജന്മിയുടെ മകൻ, ഇല്ലാത്തവന്റെ മകൻ എന്നുള്ളൊരു വേർതിരിവ് നമ്മൾക്കില്ല. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ മേഖല സ്വീകരിച്ച ആൾക്കാരാണ് ഞങ്ങൾ 3 പേരെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അവരോട് ഒരു വകതിരിവും വേർതിരിവൊന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ അധികം ഒന്നും കഴിക്കില്ല വീട്ടിൽ നിന്ന്, അതുപോലെ നിർബന്ധിക്കണം. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർ അത് നന്നായിട്ട് കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ ഒരു ന്യൂട്രീഷൻ പ്രോജക്റ്റ് അതെങ്ങനെയാണ് ഈ ഒരു തോട്ടുകൊണ്ട് തന്നെയാണോ ഭാഗമാകുന്നത് സ്കൂളിന്റെ? തീർച്ചയായിട്ടും. അതായത് 2010 നമ്മൾ ആംബിയൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു മീൽ പ്ലാൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു സ്കൂളിൽ. അന്ന് കുട്ടികളെ കൊണ്ടുവരും, ഭക്ഷണം കൊണ്ടുവരും. 2015 മുതലാണ് നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മൾ കണ്ടുവന്നിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസീവ് ഫീഡിങ്. കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്നതിലും അധികമാണ് ലഞ്ച് ബാഗിൽ കുത്തി നിറയ്ക്കുക. ഇത് അങ്ങോട്ട് തുറന്നു കഴിയുമ്പോൾ കുട്ടി ഇരിക്കുന്നത് കാണുമ്പോൾ ദൈവമേ ഞാനിത് എങ്ങനെ ഫിനിഷ് ചെയ്യും, നമുക്ക് തന്നെ ചിലപ്പോൾ സങ്കടം തോന്നും. കാരണം ഞങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ ഒരു ഡബിൾ, ജസ്റ്റ് ഇമാജിൻ, അത്രയൊന്നും കുട്ടിക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, എന്നും മീറ്റ് സാധനങ്ങൾ, മുട്ട, മീൻ, ചിക്കൻ, ഇങ്ങനത്തെ സാധനങ്ങളാണ് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് ലഞ്ചിന്. വെജിറ്റബിൾസ് കാണാറേയില്ല. ഇനി ചില ആൾക്കാരുണ്ട് വളരെ ബാലൻസ്ഡ് പ്ലാനൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ മെജോറിറ്റി പാരൻസും അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ എക്സസ് ആയിട്ട് ഫീഡ് ചെയ്ത് അവരിങ്ങനെ ലതാർജിക്കായിട്ട് പോവുക. ഉറക്കം, ഗുഡ് ഫോർ നത്തിങ് എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ് കുട്ടികൾ. അവർക്കൊന്നും ചെയ്യാൻ വയ്യ, കാരണം ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചു പോയി കുഞ്ഞുങ്ങൾ. അങ്ങനെ വന്ന് നമുക്കൊരു ആംബിയൻ പീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പീഡിയാട്രീഷ്യനുണ്ട്, പിന്നെ ഒരു ഡെന്റിസ്റ്റും ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവരായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യും. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കുട്ടികളെ വന്ന് ചെക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അവർ ഹെൽത്ത് റിപ്പോർട്ട്സ് നമുക്ക് തരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ, പീഡിയാട്രീഷ്യൻ പറയും കുട്ടികൾക്ക് മാൽ ന്യൂട്രീഷനാണ്. അപ്പോൾ പാരൻസ് ഒരു ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് മാൽ ന്യൂട്രീഷനോ? കാരണം ചിക്കൻ കഴിക്കുന്നത് ഇതാണ്, മുട്ട, മീൻ, ചിക്കൻ, ഇത് മാത്രമാണ് കഴിക്കുന്നത്. അപ്പം എന്ത് പറ്റും? എല്ലാ ന്യൂട്രീഷനും കിട്ടുമോ? പച്ചക്കറിയിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങൾ കിട്ടില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് വൈ കാൺ വി സ്റ്റാർട്ട് എന്നുള്ളൊരു തിങ്ക് നമുക്ക് വന്നത്. അങ്ങനെ ചിന്തിച്ച് നമ്മളിത് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഇംപ്ലിമെന്റ് ചെയ്തു.
അത് ഭയങ്കര രസമായിട്ട് കുട്ടികൾ എൻജോയ് ചെയ്തു. കാരണം സ്റ്റീംഡ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഇഡ്ഡലി, അതുപോലെ പാലപ്പം, കൊഴുക്കട്ട, ഏത്തപ്പഴം പുഴുങ്ങിയത്, ഇതൊക്കെ പഴയകാല അവില് നനച്ചത്, ഇതൊക്കെ പഴയകാല ഭക്ഷണമാണ്. എന്നാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഭക്ഷണം. അപ്പോൾ അതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് വന്നത്. സ്ലോലി 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ലഞ്ചും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾ തോരനൊക്കെ നന്നായി കഴിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടി നോക്കും, എൻ്റെ പ്ലേറ്റ് അടുത്ത പ്ലേറ്റ് എന്താണ്, അപ്പൊ ഇത് തന്നെയാണ് അടുത്ത പ്ലേറ്റ്, അതിന്റെ അടുത്ത പ്ലേറ്റും സെയിം ആണ്. അപ്പൊ അവർക്ക് വിഷമമില്ല. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോഴും ഒരു കുട്ടിക്ക് എന്തോരം കഴിക്കാൻ പറ്റുന്നുള്ളത് നമുക്കറിയാം ആസ് എ മദർ അല്ലേ. ഞങ്ങളും അമ്മമാരാണ്. അപ്പൊ നമുക്കറിയാം ആ കുഞ്ഞിനെ ആ പ്രായത്തിൽ എന്തോരം കഴിക്കണം. പിന്നെ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ചോറും അതിന്റെ കൂടെ തന്നെ കറികളും ഉണ്ട്. അപ്പൊ ഇത് മുഴുവൻ ചേർന്ന് വരുമ്പോ എന്തോരം ഉണ്ടെന്ന് ചിന്തിക്കില്ല പല അമ്മമാരും. അപ്പൊ അത് നമ്മൾ ഫോക്കസ് ചെയ്തു തുടങ്ങി. അപ്പൊ കുട്ടികൾ പച്ചക്കറി നന്നായിട്ട് കഴിച്ചു തുടങ്ങി. ഇപ്പൊ ആർക്കും ഒരു പരാതിയില്ല, പാരന്റ്സും വളരെ ഹാപ്പി. പച്ചക്കറി കഴിക്കുകയില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് നമ്മളിത് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും കഴിക്കുന്നത്. അപ്പൊ അവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഓക്കെ, ഇപ്പോൾ ഈ അതൊരു നല്ലൊരു തോട്ട് തന്നെയായിരുന്നു കേട്ടോ. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രീ സ്കൂള് എത്രത്തോളം മറ്റുള്ള സ്കൂളുകളുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്? പ്രീ സ്കൂളിന്റെ വ്യത്യാസം ഞാൻ ആദ്യം പറഞ്ഞു. കാരണം ഓരോ കുട്ടിയും യുണീക്കാണ്. ആ ഒരു കുട്ടിയുടെ സ്പെഷ്യൽ എന്താണ്, വാട്ട് ഈസ് എന്താ പറയുക, ഇത്രയും ഭംഗിയായിട്ട് അവനിൽ ഇത് ചെയ്തിരിക്കുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി അത് നമ്മൾ കണ്ടെത്തും. പിന്നെ നമുക്ക് ഈ ADHD, അതുപോലെ ഓട്ടിസം, ഇതുപോലത്തെ കുട്ടികൾക്കൊരു പ്ലാറ്റ്ഫോം അവരെ യൂഷ്വലി എല്ലാ സ്കൂൾസും എൻകറേജ് ചെയ്യില്ല. കാരണം ബാക്കിയുള്ള കുട്ടികളുടെ ക്യാരക്ടറിനെയും സ്റ്റഡീസിനെയും ബാക്കി പാരൻസിനും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഇതൊക്കെ നമ്മുടെ പാരൻസിനോട്, കുട്ടികളുടെ പാരൻസിനോട് നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് നമ്മളത് ഓൾറെഡി നമ്മളുടെ ഒരു അങ്ങനെയാണ്. ആംബിയൻസ് ഈസ് ലൈക്ക് ദിസ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതൊരു വലിയ പ്രത്യേകതയാണ്. അത് ഇപ്പം പ്രീ സ്കൂൾ മുതൽ തന്നെ നമുക്ക് പല സാങ്കേതിക വിദ്യകളും വന്ന് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് അത് കുട്ടികളെ പരിശീലിപ്പിക്കുകയൊക്കെ? സാങ്കേതിക വിദ്യകള് നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരുപാട് വരുന്നില്ല. എന്നിരുന്നാലും കമ്പ്യൂട്ടർ അതിൽ വഴിയാണ് നമ്മൾ വൊക്കാബുലറി ട്രെയിനിങ് കൊടുക്കുന്ന കുട്ടികൾക്ക്. അതായത് നമ്മളിപ്പം ലെറ്റർ A ഫോർ എക്സാമ്പിൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആ ലെറ്ററിൻ്റെ സൗണ്ട് ആദ്യം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മൾ ആദ്യം കുട്ടികളുടെ അടുത്തുനിന്ന് ഇപ്പോൾ ആ വെച്ചിട്ട് എന്തൊക്കെ നിങ്ങൾക്കറിയാം, അപ്പോൾ അത് വെച്ചിട്ട് അവർ കുറേ കാര്യങ്ങൾ, ചില കുട്ടികൾ ആംബുലൻസ് അതൊക്കെ പറയും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പുതിയ പുതിയ വേർഡ്സ്, ആലിഗേറ്റർ, അലമാൻറ്റ, ആൻറ്റലോപ്പ്, ഇങ്ങനത്തെ കുറേ, ആംബുലൻസ്, ആരോ, ഇങ്ങനെ പ്രൊനൗൺസിയേഷനും എല്ലാം ക്ലിയർ ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ സ്ലൈഡ്സ് സെറ്റ് ചെയ്യും. എന്നിട്ട് ഈ സ്ലൈഡ്സ് വലിയ സ്ക്രീനിൽ സ്മാർട്ട് TV ഉണ്ട്. അപ്പോൾ ആ സ്മാർട്ട് TVയിൽ വെച്ചിട്ട് നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അതൊരു മീഡിയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ സ്റ്റോറി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ഞങ്ങൾ എനാക്ട് ചെയ്യാണ്. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ വെച്ച് കൊടുക്കാം കഥ, പക്ഷേ അവിടെ എന്ത് പറ്റും വെച്ചാൽ കുട്ടിക്ക് തിങ്കിങ് പ്രോസസ്സ് വരുന്നില്ല. മീഡിയ കാണുമ്പോൾ എന്ത് പറ്റും വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ വിഷനിലേക്ക് കുട്ടി ഫോക്കസ് ചെയ്യണം. അവിടെ എന്താ പറയുന്നതെന്നുള്ളത് ശ്രദ്ധിക്കില്ല കുട്ടികൾ. നേരെ മറിച്ച് നമ്മൾ എനാക്ട് ചെയ്യുമ്പോൾ അവരുടെ കംപ്ലീറ്റ് ശ്രദ്ധയും എൻ്റെ മുഖത്ത്, അപ്പം ഞാൻ എനാക്ട് ചെയ്യുമ്പോൾ എൻ്റെ മുഖത്താണ്, എൻ്റെ മുഖം, എൻ്റെ ശബ്ദം, ഞാൻ എങ്ങോട്ട് പോകണു, അങ്ങനെ നോക്കി അവരുടെ ആ ഒരു ഇതിനെ അവർ എൻജോയ് ചെയ്യും. മറ്റത് അങ്ങനെയല്ല, ഇതിങ്ങനെ ഫ്ലാഷ് ബൈ ഫ്ലാഷ് ആയിട്ട് സ്ക്രീൻ പോവുക. അപ്പോൾ ശ്രദ്ധ പോകുന്നില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ വരുന്നത് ആ സ്റ്റോറിയല്ല, ആ പിക്ചേഴ്സ് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അപ്പോൾ അതധികം നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നില്ല യൂഷ്വലി. പിന്നെ പല പാരൻസും നമ്മളോട് പറയും, മൊബൈൽ വീട്ടിൽ അഡിക്റ്റാണ് മിസ്സേ, ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വേണം ചോറുണ്ണാൻ. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ നെഗറ്റീവ് കമൻസ് അവരുടെ നിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ ഒരു പരിധി വരെ ഈ സാങ്കേതിക വിദ്യേനെ അങ്ങോട്ട് ഇത്തിരി അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാ ഉണ്ട്, കാരണം കമ്പ്യൂട്ടർ പഠിക്കേണ്ടതാണ്, അത് പഠിക്കേണ്ടതാണ്. മൊബൈൽ നന്നായിട്ട് കുട്ടികളെ നമ്മുടെ ഇതിൽ അധികം നമ്മൾ യൂസ് ചെയ്യിപ്പിക്കില്ല. പെയിന്റ് ഒക്കെ ചെയ്യിപ്പിക്കാനായിട്ട് അവരെ പിടിച്ച് നമ്മൾ ഇത് കമ്പ്യൂട്ടർ ചെയ്യിപ്പിക്കാറുണ്ട്. കമ്പ്യൂട്ടറിൽ പെയിന്റിങ്, അതാണ് ആകെ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റി കമ്പ്യൂട്ടറിൽ. പിന്നെ ഈ എന്താ പറയുക, വൊക്കാബുലറി അതും കൊടുക്കാറുണ്ട്. ഇപ്പൊ ഫാക്കൽറ്റി മെമ്പേഴ്സ് എത്ര പേരുണ്ട് ഇവിടെ? ഞങ്ങളിപ്പോൾ 6 പേരുണ്ട്. 6 പേര് അല്ലേ? ഇപ്പൊ 15 വർഷം അല്ലെ? ടോട്ടൽ 15 വർഷം. ഇനി എന്തൊക്കെയാണ് പുതിയ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? വനിതാ സംരംഭം എന്ന നിലയിൽ പിന്നിട്ട വഴികൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ടഫ് ആയിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു റൂട്ടിലായിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയത് എന്തെങ്കിലും പദ്ധതികളുണ്ടോ?
പുതിയ പദ്ധതികൾ നമ്മൾ തൽക്കാലം ഒന്നും ആവിഷ്കരിച്ചിട്ടില്ല. കാരണം ഇത് നമ്മളുടെ ഒരു ഇഷ്ടമുള്ളൊരു പ്രൊജക്റ്റാണ്. എല്ലാവരും പ്രായമായി വരികയല്ലേ, എത്ര നാൾ ഇതിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ചിന്ത എനിക്കുള്ളൂ. കാരണം ഓരോരുത്തരും ഇപ്പം ബീന മാം മകളുടെ ഡെലിവറി കേട്ട് പുറത്തേക്ക് പോയിരിക്കുക, US-ലാണ്. പമ്പിളി മാമും ഞാനും ഉള്ളൂ ഇപ്പം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞാനും പ്രായമായി. അപ്പൊ നോക്കണം ഇതിലെങ്ങനെ, ഇതിലെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം പ്രീ സ്കൂൾ അത് ഇഷ്ടമുള്ളൊരു പ്രോജക്റ്റാണ്. ഇഷ്ടമുള്ളത് കുഞ്ഞുങ്ങളുടെ കൂടെ ആവുമ്പോൾ നമ്മളും യങ് അറ്റ് ഹാർട്ടാണ്, പ്രായമാവില്ലല്ലോ. അത് ശരിയാ, ഞാൻ ഇങ്ങനെ പറയാൻ വരുമായിരുന്നു. ടീച്ചേഴ്സിന് ഒരിക്കലും കുട്ടികളുടെ മനസ്സിൽ പ്രായം, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഒരിക്കലും വയസ്സാവില്ല എന്ന് പറയും. അപ്പൊ ഇത് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പോണിടത്തോളം ഇതങ്ങനെ ഭംഗിയായി കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ എന്തായാലും ടീച്ചറിന്റെ ആഗ്രഹം പോലെ തന്നെ നന്നായി പോട്ടെ. ഈ ഒരു സ്കൂളിന്റെ പറഞ്ഞ ആ ഒരു തോട്ടും കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന രീതിയും കേട്ടപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് അത് ഒരു പ്രയോജനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു മാം, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം പങ്കുചേർന്നതിന് താങ്ക് യു. സ്മാർട്ട് ജെൻ മീഡിയ ബ്രാൻഡ് സ്റ്റോറീസ് പ്രമുഖ വ്യവസായ സംരംഭങ്ങളുടെയും സംരംഭകരുടെയും രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്നതാണ് ബ്രാൻഡ് സ്റ്റോറീസ്. പ്രമുഖ സംരംഭങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും വിജയ രഹസ്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും സംരംഭക അനുഭവങ്ങൾ ലോകത്തോട് പങ്കുവയ്ക്കാൻ താല്പര്യമുള്ള സംരംഭകരും പേര്, തൊഴിൽ, ആവശ്യം എന്നിവ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് നമ്പർ 9947315453. നമ്പർ ഒരിക്കൽ കൂടി 9947315453.